നമ്മളൊരു ടി വി വാങ്ങാൻ പോകുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുന്നത് ഏറ്റവും കൂടുതൽ വാറന്റി ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു ടി വി ആയിരിക്കും. പിന്നെ ഇപ്പോഴത്തെ ഒരു സമയത്തൊക്കെ നോക്കുവാണെങ്കിൽ ഗൂഗിൾ ടി വി എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അങ്ങനെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ടി വിയാണ് ഇംപെക്സിന്റെ ഇവോ QLED ഗൂഗിൾ ടി വി. ഇതൊരു 43 ഇഞ്ച് വരുന്ന ടി വിയാണ്. നമ്മുടെ മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റ് ആണ്. പാക്കേജിൽ ഇതിന്റെ കൂടെ വന്നിരിക്കുന്ന മറ്റ് കണ്ടന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ ടേബിളിലോ ഒക്കെ നിർത്താൻ വേണ്ടിയിട്ട് 2 സപ്പോർട്ട് ഇതിന്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. അത് ഒരു വെറൈറ്റി ഡിസൈൻ ആണ്. ഈ ഒരു സംഭവം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരു ചിറകിന്റെ ഒക്കെ ഒരു ഡിസൈൻ പോലെ എനിക്ക് തോന്നി. ഞാനിതിവിടെ സ്റ്റാൻഡിലാണ് വെച്ചത്. വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഡോൾബി വിഷൻ IQന്റെയും ഡോൾബി അറ്റ്മോസിന്റെയും ഒരു ബ്രാൻഡിങ് കാണാൻ പറ്റും. ടിവിയുടെ ബേസിലും ആ ഒരു സ്റ്റാൻഡിലും സിൽവർ ഫിനിഷ് ആണ് കൊടുത്തേക്കുന്നത്. ഇനി ഇത് ഗൂഗിൾ ടി വി ആയതുകൊണ്ട് നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. നിങ്ങളുടെ ഫോണിൽ അതിപ്പോൾ ആൻഡ്രോയിഡ് ആണെങ്കിലും ഐഫോൺ ആണെങ്കിലും ഗൂഗിൾ ഹോം എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിലൊരു QR കോഡ് സ്കാനർ വരും. ആ സ്കാനർ നമ്മുടെ ഈ ടി വി കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ആൻഡ് ഫൈനലി നമ്മുടെ സെറ്റപ്പ് എല്ലാം കഴിഞ്ഞു. ഇതുപോലെ ഹോം പേജിലെത്തി. ഇവിടെ നമുക്ക് ആ ഒരു OTT പ്ലാറ്റ്ഫോമിലുള്ള എല്ലാ കോണ്ടന്റിൻ്റെയും ഒരു ഗ്ലിംസ് പോലെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് സ്ക്രോൾ ചെയ്ത് കാണിക്കാം എത്രത്തോളം സ്മൂത്ത് ആണെന്നുള്ളത്. ജസ്റ്റ് ഇപ്പോൾ സെറ്റപ്പ് ചെയ്തിട്ടേ ഉള്ളൂ. ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഫീഡ്ബാക്ക് പോലെ ചെറിയൊരു സൗണ്ട് ലഭിക്കും. അത് കേൾക്കാനും നല്ല രസമാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ഇതുപോലെ സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു സൗണ്ട് ഉണ്ട്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇതിന്റെ പിക്ചർ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതിനായിട്ട് നോർമലി എല്ലാവരും ചെയ്യുന്ന പോലെ യൂട്യൂബിൽ പോയിട്ട് ഒരു 4K വീഡിയോ അങ്ങ് പ്ലേ ചെയ്തു. ഇങ്ങനെ നമ്മൾ ഏതെങ്കിലും വീഡിയോ പ്ലേ ചെയ്യുവാണെങ്കിൽ ആ ഒരു വീഡിയോ HDR കോണ്ടന്റ് ആണെങ്കിൽ ഇവിടെ അതുപോലെ HDR എന്ന് കാണിക്കും. നിങ്ങൾ കാണുന്നത് ഞാൻ ക്യാമറയിലൂടെ എടുത്ത വീഡിയോ ആണ്. പക്ഷേ നമ്മൾ നേരിട്ട് കാണുമ്പോൾ അതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വേറെ ആയിരിക്കും. കളേഴ്സും മറ്റു കാര്യങ്ങളും എല്ലാം കോൺട്രാസ്റ്റും കാര്യങ്ങളും എല്ലാം നല്ല വൈബ്രന്റും സാച്ചുറേറ്റഡും ആണ്. ആ ഒരു QLEDയുടെ എല്ലാ ഗുണവും നമുക്ക് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. വീഡിയോയിലൊക്കെ ഇപ്പോൾ എന്തെങ്കിലും ബ്ലാക്ക് കളേഴ്സ് വരുവാണെങ്കിൽ അവിടെ വേറെ ഷെയ്ഡൊന്നും വരാതെ കറക്റ്റായിട്ട് ബ്ലാക്ക് കളർ തന്നെ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഒരു നോർമൽ ടി വിയിൽ എന്തെങ്കിലും ബ്ലാക്ക് ഒക്കെ വരുന്ന ഇതുപോലുള്ള ഒരു വീഡിയോ കണ്ടിട്ട് ഈ ഒരു QLED ടി വിയിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്ന റിമോട്ട്. ഈ ഒരു റിമോട്ടിൽ നിന്ന് തന്നെ നമുക്ക് നെറ്റ്ഫ്ലിക്സ്, യൂട്യൂബ്, പ്രൈം, ഗൂഗിൾ പ്ലേ എന്ന് പറഞ്ഞ OTT സംഭവങ്ങളെല്ലാം ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. സോ റിമോട്ടിൽ കൊടുക്കാത്ത മറ്റുള്ള ഡിസ്നി പ്ലസ്, ഹോട്ട്സ്റ്റാർ അല്ലെങ്കിൽ സോണി ലീവ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ C5 ഒക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് കാണാൻ പറ്റും. ഓൾറെഡി കുറച്ച് ആപ്പ് എല്ലാം ഡൗൺലോഡ് ചെയ്ത് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടാണ് വരുന്നത്. ഇനി നിങ്ങൾക്ക് മാനുവലി ഏതെങ്കിലും ആപ്പ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നമുക്ക് പ്ലേ സ്റ്റോർ ഉണ്ട്, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. നമ്മുടെ ഈ ആൻഡ്രോയിഡ് ഫോണിലൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന ഒരു സെയിം പരിപാടി. ടി വിയിലെ കണക്ഷൻ പോർട്സ് നോക്കുവാണെങ്കിൽ 3 HDMI പോർട്സ് വരുന്നുണ്ട്. പിന്നെ ഒരു ഓഡിയോ ഔട്ട് എടുക്കാനുള്ള ഒരു പോർട്ടും USB കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ടും ഉണ്ട്. ഈ 3 HDMI പോർട്ടിൽ ഒരെണ്ണം HDMI ആർക്കാണ്. ഇവിടെ നിങ്ങളിപ്പോൾ ഒരു സൗണ്ട് ബാറോ ഹോം തിയേറ്ററോ കണക്ട് ചെയ്യുവാണെങ്കിൽ ആ ഒരു ഡിവൈസ് ഓൺ ആക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ TV ഓൺ ആവും. തിരിച്ച് ആ ഒരു ഡിവൈസ് ഓഫ് ആക്കുമ്പോൾ TVയും ഓഫ് ആവും. സോ നിങ്ങളുടെ ഹോം തിയേറ്റർ എക്സ്പീരിയൻസ് കുറച്ചും കൂടി ബെറ്റർ ആക്കാനും നല്ലൊരു ഓഡിയോ ക്വാളിറ്റിക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു HDMI ആർക്ക് കൊടുത്തേക്കുന്നത്. ടിവിയിൽ ഈ ഒരു ഓപ്ഷൻ ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലാസ്റ്റ് യൂസ് ചെയ്ത സംഭവം എന്താണ്, ഇപ്പോൾ കേബിളോ ഡിഷോ അതാണെങ്കിൽ ആ ഒരു സംഭവത്തിലേക്കായിരിക്കും ഓട്ടോമാറ്റിക്കലി അടുത്ത തവണ TV ഓൺ ചെയ്യുമ്പോൾ പോകുന്നത്. മറിച്ച് നിങ്ങൾ ഇത് ഓഫ് ചെയ്തിടുവാണെങ്കിൽ എപ്പോഴും ഗൂഗിളിൻ്റെ ആ ഒരു ഹോം പേജിലേക്കായിരിക്കും പോകുന്നത്. ഡോൾബി വിഷനും ഡോൾബി സൗണ്ടും നമുക്ക് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും പറ്റും. പക്ഷേ അത് ഓൺ ചെയ്തിട്ട് കാണുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഇതിലെ ഒരു ഫീച്ചറാണ് ഡോൾബി വിഷൻ IQ എന്ന് പറയുന്നത്. നമ്മുടെ ഒരു റൂമിലെ ലൈറ്റും കാര്യങ്ങളൊക്കെ TV സെൻസ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റും എല്ലാം TV തന്നെ അഡ്ജസ്റ്റ് ചെയ്യും. സോ അതൊരു ബെറ്റർ സംഭവമാണ്. നമ്മൾ ഫുള്ള് ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടാണ് TV കാണുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ആ TVയിൽ തന്നെ നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് എനർജി സേവിംഗ് മോഡും ടൈമറും എല്ലാം വരുന്നുണ്ട്. ടൈമറിൽ നമുക്ക് പവർ ഓഫ് ചെയ്യുക മാത്രമല്ല ഓട്ടോമാറ്റിക്കലി TV ഓൺ ആക്കാനും പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് TVയിൽ എന്ത് തരത്തിലുള്ള കോണ്ടന്റ് ആണ് കാണേണ്ടതെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ, ഹൊറർ അല്ലെങ്കിൽ ത്രില്ലർ, കോമഡി എന്താണ് കാണേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ലാതിരിക്കുകയാണെങ്കിൽ TV തന്നെ നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സജസ്റ്റ് ചെയ്ത് തരും. വീണ്ടും എനിക്ക് പറയാനുള്ളത് ഇതൊരു QLED ആയതുകൊണ്ട് ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇനി നിങ്ങൾ ഗെയിം ഒക്കെ കളിക്കുന്നവരാണെങ്കിൽ TVയിൽ ഗെയിം കളിക്കുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോ ലോ ലേറ്റൻസി മോഡ് എന്ന് പറഞ്ഞ ടെക്നോളജി ഉണ്ട്. സോ അത് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലോ ലേറ്റൻസിയിൽ നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആയിരിക്കും, ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും കിട്ടുന്നത്. പിന്നെ 4 വർഷത്തെ വാറന്റിയാണ് ഇംപെക്സിന്റെ TVകൾക്ക് കിട്ടുന്നത്. സോ നിങ്ങൾക്ക് വാറന്റിയുടെ ഒരു കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. നല്ല സ്മൂത്ത് ആയിട്ട് TV യൂസ് ചെയ്യണം, ആ ഒരു ഗൂഗിളിന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും എല്ലാം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഗൂഗിൾ TV എടുക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ നിങ്ങൾ ഈ ഒരു ഇംപെക്സിന്റെ ഗൂഗിൾ TV ആണ് എടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഓണത്തിന് നിങ്ങൾക്ക് ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്. ബ്ലൂടൂത്ത് സ്പീക്കർ, 100ലധികം ബെനിഫിറ്റ്സ് ലഭിക്കുന്ന OTT ബണ്ടിൽ, ക്യാഷ് ബാക്ക്, T-ഷർട്ട്, അങ്ങനെ 5 കോടി വില മതിക്കുന്ന സമ്മാനങ്ങളാണ് ഇംപെക്സ് നിങ്ങൾക്ക് തരുന്നത്. സോ ഇനി ഒട്ടും വെയിറ്റ് ചെയ്യേണ്ട, നേരെ പോയി എടുത്തോ ഇംപെക്സിന്റെ ഒരു TV.